നമസ്കാരം കേട്ടോ. ഞാനിന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അടുപ്പിച്ച് ഒരു ചെറിയൊരു ഒരു ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യണത്. സംഭവം വേറൊന്നുമല്ല. ഏഹ് നമുക്കെല്ലാവർക്കും പാമ്പുകളെ കണ്ടാൽ പെട്ടെന്ന് പാനിക്കാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ പലരും എന്താ ഇപ്പോൾ ഈ നടന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീട്ടിൽ രാത്രി പാമ്പിനെ കണ്ടു. റൂമിൽ പാമ്പിനെ കണ്ടു. അത് നേരെ റൂം അടച്ച് സേഫാക്കി വെച്ചു. എന്നിട്ട് ആ സമയത്ത് അവർ പാനിക്കായി. അങ്ങനെ പാനിക്കായിട്ട് പിന്നെ എന്താ പറയുക, പിറ്റേ ദിവസം രാവിലെയാണ് അവർ അവരുടെ ആ ഒരു ഭയം ഒന്ന് കുറഞ്ഞതിന് ശേഷം ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് ഇത് നോക്കിപ്പിക്കാം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ സമയത്ത് വിളിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ പാമ്പുകളും ഹൈലി നൊക്ടേണലാണ്, അല്ലെങ്കിൽ രാത്രി സഞ്ചരിക്കുന്ന സ്വഭാവമുള്ള പാമ്പുകളാണ്. അപ്പോൾ ഈ രാത്രി കാണുന്ന പാമ്പുകളെ പിറ്റേ ദിവസം ഈ ഇപ്പോൾ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമാണെങ്കിൽ കൂടിയും അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഏതെങ്കിലും പഴുതുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളുടെ കണ്ണിൽപ്പെടാത്ത പല പഴുതുകളും ഉണ്ടാവും. അപ്പോൾ അവർ അതുവഴി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തും. ചിലപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത്രയും പ്രോപ്പറായിട്ട് എന്താ പറയുക, എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു റൂമാണെങ്കിൽ കൂടിയും ഇപ്പോൾ ഒരു പക്ഷേ അലമാരയോ അല്ലെങ്കിൽ എന്തെങ്കിലും റാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെൽഫുകളുടെ ഇടയിലോ അതിൻ്റെ ചാനലുകളുടെ റെയിലുകളുടെ ഇടയിലൊക്കെ അവർക്ക് ഹൈഡ് ഔട്ട് ചെയ്തിരിക്കാം. നമുക്ക് എത്ര തപ്പിയാലും നമുക്ക് ആ പാമ്പിനെ കിട്ടണമെന്നൊന്നുമില്ല. ഒരു പക്ഷേ ചിലപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് ഞങ്ങളുടെ മറ്റേ മോസ്കിറ്റോ നെറ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഇതുപോലെ ഒരു വീടിൻ്റെ ഉള്ളിൽ റൂമിൽ കിട്ടിയിരുന്നു. അവർ വാതിൽ ക്ലോസ് ചെയ്ത് കറക്റ്റ് അടിയിലെ ഗ്യാപ്പൊക്കെ പേപ്പർ വെച്ച് അടച്ചു. പിറ്റേ ദിവസമാണ് ഞാനവിടെ ചെല്ലണേ, എന്നെ ഇൻഫോം ചെയ്യണേ. അത് നമ്മളവിടെ ചെന്ന് നോക്കുമ്പോൾ ജനലയുടെ മോസ്കിറ്റോ നെറ്റിൻ്റെ അവിടെ ചെറിയൊരു എന്താ പറയുക, കീറിയിട്ടുള്ള ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഗ്യാപ്പുകളിലൊക്കെ പാമ്പ് പുറത്ത് പോയേക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ പാമ്പിനെ കണ്ടാൽ സംഭവം എല്ലാവർക്കും പാമ്പിനെ ഭയമാണ്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഒരു റെസ്ക്യൂവറെ അല്ലെങ്കിൽ വനം വകുപ്പിനെ, ഈവൻ നിങ്ങൾക്ക് പോലീസ് കൺട്രോൾ റൂമിൽ വരെ വിളിച്ചാൽ അത് നേരെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നമുക്ക് അവിടെ എത്താൻ പറ്റും. അപ്പോൾ പ്രത്യേകിച്ച് വീടിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ ഇതുപോലെ പാമ്പിനെ കണ്ട് ഷോപ്പ് അടച്ച് അവർ പേടിച്ച് പോയി വൈകിട്ടൊരു 5 മണി 6 സമയത്ത്. അപ്പോൾ ആ സമയത്ത് അവർ ഓർപ്പാനിക്കായിരുന്നു. അവർക്ക് ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർ പോയി പിറ്റേ ദിവസം രാവിലെ കട തുറക്കുമ്പോൾ പാമ്പ് പോയിട്ടുണ്ടാവും എന്ന് ചിന്തിച്ചിട്ടാണ് അവർ തലേദിവസം കിടന്നുറങ്ങണേ. പക്ഷേ പിറ്റേ ദിവസം രാവിലെ അവർക്ക് വീണ്ടും ആലോചിക്കുകയാണ്, നമ്മൾ അതിനുള്ളിൽ പാമ്പ്, അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പാമ്പ് അവിടെ ഉണ്ടാവുമോ, നമുക്ക് ഉപദ്രവമാവുമോ എന്ന് ചിന്തിച്ചിട്ട് വീണ്ടും അവർ നമ്മളെ ഒന്ന് നോക്കിയേക്കാം എന്നിട്ട് കണക്ട് ചെയ്യാണ്. പക്ഷേ പാമ്പിന് പോകാൻ ഒരുപാട് പുറത്തേക്ക് പോകാനുള്ള വളരെ പഴുതുകളും ചെറിയ പഴുതുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് പാമ്പിനെ കണ്ടാൽ, പ്രത്യേകിച്ച് വീടിനകത്ത് അല്ലെങ്കിൽ ഇതുപോലെ കടകളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് റെസ്ക്യൂറുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ നമ്പർ ഞാൻ താഴെ ചേർക്കാം. നിങ്ങൾക്ക് തൃശ്ശൂർ ജില്ലയിൽ എവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഒന്നുമില്ലെങ്കിൽ എനിക്ക് എത്താൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ഞാനവിടെ സ്പോട്ടിലെത്തും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഏതാണ്ട് 50-60ഓളം ആളുകൾ ആക്റ്റീവായിട്ട് റെസ്ക്യൂ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ആ നിയറസ്റ്റ് ആയിട്ടുള്ള റെസ്ക്യൂവേഴ്സിനെ കണക്ട് ചെയ്ത് വിടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. മിസ് ജോജു signing off.